നിങ്ങളുടെ അമ്മേനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷമായില്ലേ? അമ്മ, ഞങ്ങൾ ഇപ്പഴാ ശരിക്കും ഹാപ്പി ആയത്. നീ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ബെസ്റ്റ് ടീമാ. നിങ്ങൾ പോയപ്പോ തൊട്ട് തുടങ്ങിയതാണ്. എൻ്റെ മക്കൾ ട്രിപ്പ് പോയി, അവരെത്ര നിർബന്ധിച്ചിട്ട് എനിക്ക് പോവാൻ പറ്റിയില്ല. അവർക്ക് ഭയങ്കര വിഷമായി കാണും. എനിക്ക് ഇപ്പം അവരെ കാണണമെന്നും പറഞ്ഞിട്ട് എന്നെ വണ്ടി ഓടിക്കാൻ പോലും മര്യാദയ്ക്ക് സമ്മതിച്ചിട്ടില്ല. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കരുതി ഞാനെന്തിനാ ഈ പിള്ളേരുടെ സന്തോഷം വെറുതെ ഇല്ലാതാക്കുന്നത്? ഈ മുഖം ഇങ്ങനെ വെച്ചോണ്ടിരുന്ന പിള്ളേർ കുറെ സന്തോഷിക്കും. അതൊക്കെ മാറിക്കോളും. എന്നാ ഞാൻ വിട്ടേക്കട്ടെ, നിങ്ങൾ എൻജോയ്. എന്തിന് ഇവിടെ നിൽക്ക്? ഇവിടം വരെ കൊണ്ടുവന്നല്ലേ, ഇന്ന് തിരിച്ച് കൊണ്ടാക്കണ്ടല്ലേ? എന്നാ നീ നിക്കടാ, നമുക്കൊന്നിച്ചു പോവാം. നിക്കങ്ങളെ പോവണ്ട. നമ്മൾ പണ്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തല്ലേ, പോവാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇവിടുന്ന് അടിച്ചു പോയിക്കാം. പോണ്ടങ്ങളെ. നിങ്ങളെല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ നിൽക്കാം അല്ലേ? എന്നാ വാ, നമുക്ക് അടിച്ചു പൊളിക്കാം. എന്നാ വാ പോവാ. അഞ്ജു ഒന്ന് നിന്നേ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അവരെല്ലാരും വന്നത്? ഞാനെന്ത് പറഞ്ഞു? കൂടുതൽ ഡ്രാമ കളിക്കണ്ട കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ ഡിറ്റക്റ്റീവ് ബുദ്ധിയൊന്നും വേണ്ട. എന്റെ കുരുട്ട് ബുദ്ധി തന്നെ മതി. എന്റെ അഞ്ജു, ഞാൻ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കോയിൻസിഡൻസ് ആയിരിക്കും. പിന്നെ കോയിൻസിഡൻസ് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എല്ലാരും വന്നത്. ഓരോരുത്തർ നിങ്ങളെ ഏട്ടത്തെയും കെട്ടിയെടുത്തു. അതിന്റെ മോൻ കണ്ടോടെ ഞാൻ ഇനി എങ്ങനെ ഇവിടെ സന്തോഷത്തോടെ നിൽക്കും? നീ നിന്റെ കാര്യം നോക്ക്. ഏട്ടത്തിന്റെ കാര്യം ഏട്ടത്തെ നോക്കിയോളും. മനസ്സിലായി? എടി ഞാനല്ല പറയണത്, കേക്ക്. അത് നിങ്ങൾ തന്നെയാ. ഇത് വേറെ കാര്യ. വേറെ എന്ത് കാര്യം? ഇവിടെ എങ്ങനെ സന്തോഷം കണ്ടെത്തണമെന്ന് എനിക്കറിയാം. നിങ്ങൾ വാ. അടുത്ത കൊനഷ്ടം ആലോചിച്ച് പോണ്ട്. മോളെ, നീ കൂടെ ചെല്ല്, അവരുടെ കൂടെ പോയി എൻജോയ് ചെയ്യ്. വേണ്ടെങ്കി വേണ്ട. നീ പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴേ കുട്ടികൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്തായാലും നീ വന്നല്ലോ, സന്തോഷായി. അമ്മ വരുന്നില്ല, മക്കള് പോയി കളിക്ക്. ചെല്ല്, നിങ്ങൾ പോയി കളിക്ക്. ചെല്ല്. നിങ്ങൾ ആ പിള്ളേരാ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? വല്ലവരും ചാടാണ്ടോണ്ടിരിക്കുക. പൊന്നോ, പിള്ളേരുടെ കൂടെ കളിക്കണ്ടായിരുന്നു, കാലും പോയി. വക്കീലിന്റെ കുറെ മിസ് കോൾ ഉണ്ടല്ലോ. ഹലോ. ഹലോ വക്കീലേ, ഇത് എവിടെയാണിത്? കുറെ നാളായിട്ട് നിങ്ങളുടെ ഒരു വിവരമില്ലല്ലോ. എടോ അവിടെ ഇല്ലടോ, ഞാൻ കുറച്ച് ദൂരെയാ. ഞാനും കുറച്ച് ദൂരെയാ. വെറുതെ ഫാമിലി ആയിട്ടൊരു വെക്കേഷൻ ഇറങ്ങിയതാ. ഒന്നുമില്ല, വക്കീൽ ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി വെറുതെ വിളിച്ച് നോക്കിയതായിരുന്നു ഒന്ന്. ഉണ്ട്, ജീവനോടെ ഉണ്ടോ. ഈ വർക്കിൻ്റെ ഭയങ്കര സ്ട്രെസ്സാണോ, കാരണം ഫാമിലി ആയിട്ടൊന്ന് പുറത്തു വന്നിരിക്കാം. ഞാനും പിള്ളേരൊക്കെ ആയിട്ട് ചുമ്മാ ഇറങ്ങിയതാ. താൻ ആള് കൊള്ളാലോടോ. കുടുംബം രണ്ട് വഴിക്കായിട്ട് ഇപ്പോഴും നിങ്ങൾ കറക്കം നിർത്തിയിട്ടില്ലല്ലേ? എന്തായാലും താൻ അടിച്ചു പൊളിക്ക്, തിരിച്ചു വന്നിട്ട് കാണാം.
ഓക്കെ ഓക്കെ ശരി എന്നാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഫോൺ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു കഴിഞ്ഞു. എന്നാ വാ. സുധേ, എന്ത് പറ്റി ഒരു ഔട്ടിംഗ് ഒക്കെ, അത് റിസോർട്ടിലോട്ടൊക്കെ? ഒരു ഔട്ടിങ്ങും അല്ല, ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ. എല്ലാവരും ഇവിടെ ഫാമിലി ആയിട്ട് വന്നത്, അതുകൊണ്ട് നിങ്ങളെ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അറിയാം സുധേ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കൂടെ നിന്നില്ലെങ്കിൽ വേറെ മുറി ഞാൻ പറയും. വേണോ? എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എടുക്കുന്നില്ലേ? ഇല്ല, കുഴപ്പമില്ല. ആ മോഹനായിരിക്കും, ഞാൻ കൂടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ എടുക്കത്തില്ലല്ലോ. എത്ര പ്രാവശ്യം വിളിക്കണ്ടെന്ന് പറയാ, ഇയാളിങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുന്നേ. ആ ആവണിയുടെ മുഖം ആലോചിക്കുമ്പോഴാ, ആ മോഹനുണ്ടല്ലോ, അവൻ എന്തെങ്കിലും എന്റെ മുമ്പിൽ വന്ന അവന്റെ ചെപ്പക്കുറ്റി അടിച്ചാൻ പൊട്ടിക്കും. സുധേ, നീ ടെൻഷൻ അടിക്കല്ലേ, ഇത്രയും നല്ല സ്ഥലത്തല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ അവന്റെ നമ്പർ ആദ്യം ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ തമ്മിൽ ഇനി എന്തെങ്കിലും ഇടപാടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. അതൊക്കെ സുധ അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നിർത്തി. ആ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ബാ. അവണി, നീ എന്തോ ഒറ്റയ്ക്ക് നിൽക്കണേ? പറ്റുന്നില്ലടാ, പിള്ളേരെ സന്തോഷത്തിലൊന്നും പങ്കുചേരാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങേരാണെങ്കിൽ എന്നെ കാണിക്കാൻ വേണ്ടി ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. തിരിച്ച് കാണിക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. നീ എന്തിനാ അങ്ങേരെ കാര്യം നോക്കുന്നേ? അങ്ങനെ എന്തെങ്കിലും കാണിക്കട്ടെ, നീ നിന്റെ പിള്ളേരെ കാര്യം നോക്കിയാ പോരെ? എടാ, നമുക്ക് തിരിച്ചു പോയാലോ? നീ എന്തൊക്കെയാ പറയണേ? നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. നീ ആദ്യം ഒറ്റയ്ക്ക് വന്നുള്ള നിപ്പ് ഒഴിവാക്കി. ഹലോ മോഹൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ചതിക്കുകയാണ്. എല്ലാം തികഞ്ഞോളെ പോലെ നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുക. അമ്പിളി അവൻ്റെ വെറും സുഹൃത്തൊന്നുമല്ല. ആ, തൽക്കാലം ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഹലോ ഹലോ ബീച്ച് ഔട്ടിംഗ് കണ്ടോണ്ടിരിക്ക. അവിടെ കഴിക്കാൻ വിളിക്കുന്ന അച്ഛേ. നീ വെക്കോ, ഞാൻ വന്നോളാം. വാ കഴിക്ക്.
എനിക്ക് വേണ്ട. നീ കഴിക്കേ. ചുമ്മാ ഇരി. കഴിക്കുന്നു. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ചതിക്കുകയാണ്. എല്ലാം തേഞ്ഞോളെ പോലെ നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. അമ്പിളി അവൻ്റെ വെറും സുഹൃത്തൊന്നുമല്ല. മോശം, വളരെ മോശം. ഇതൊക്കെ അല്ലേ മക്കള് കണ്ടുപിടിക്കുന്നേ? നീ എന്തേ കുറെ നേരമായാലും മോശം മോശം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? എന്തൊരു കളിയും ചിരിയും, അത് സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ വെച്ച് നാണാവില്ലേ? എടി നീ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടല്ലേ. അവർ കൊച്ചിലെ മുതൽ കളിച്ചു വളർന്ന ആൾക്കാരാണ്. ഞാൻ എന്റെ കുട്ടിക്കാല ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഒരുത്തിന്റെ തോളത്ത് കയറ്റ് ഒന്നിച്ച് ഫുഡ് കഴിച്ച് ഒന്നിച്ച് കറങ്ങി നടന്നാ നിങ്ങൾ സൂപ്പർ എന്ന് പറയോ അതെ അയ്യേന്ന് പറയോ? അല്ല നിനക്കിപ്പോ അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലല്ലോ. ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നാ? നീ ആ ടോപ്പിക്ക് വിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് അറിയത് തെറ്റാണെന്ന്, എന്നിട്ട് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. നീ ഒന്ന് നിർത്താമോ? നമ്മളിവിടെ ട്രിപ്പാണ് വന്നേക്കണേ, അല്ലാതെ ഏട്ടത്തിയുടെ കുറ്റം കണ്ടുപിടിക്കാനല്ല. ട്രിപ്പിന് വന്നപ്പോ കണ്ടതാ പറഞ്ഞത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്റെ മോളും ഇതൊക്കെയല്ലേ കാണുന്നേ? അവളിതൊന്നും കണ്ടു പഠിക്കാതിരിക്കാൻ ഞാനിങ്ങനെ പറയുന്നേ. മോളുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അവൾ അവളുടെ കാര്യം നല്ലോണം നോക്കിയോളൂ കേട്ടാ. അതെ, അവിടെ ഫുഡ് കഴിക്കുമ്പോൾ ആക്രാന്തം കാണിക്കരുത് കേട്ടോ. കൊളീഗ്സ് ഉള്ളതാ, നാണം കെടുത്തരുത്. സുധേ, നമുക്ക് കുറച്ച് റൂം പോയിരുന്നാലോ? എന്തിനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതല്ലേ, അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ? വേണ്ട. അത് ശരി. വക്കീല് ദൂരെ എവിടെയാണെന്ന് പറഞ്ഞിട്ട് ഇതാരാ? ഞാൻ ജീവൻ എൻ്റെ ഫ്രണ്ടാ. ആ അതെ, ജീവൻ. ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ജീവൻ കഴിച്ചായിരുന്നോ? ഞാൻ കഴിക്കണം. ജീവൻ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നാല് ഞങ്ങളുടെ കൂടെ കഴിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാലോ. അയ്യോ വേണ്ട, അത് ബുദ്ധിമുട്ടാവും. ആർക്ക്? അല്ല, ജീവൻ അത് ബുദ്ധിമുട്ടാവും. പോവാ അല്ലേ? ആ അതെ. അപ്പൊ വക്കീല് എന്റെ കൂടെ വരുന്നുണ്ടോ അതോ നിങ്ങൾ സംസാരിച്ചിട്ട്? ഞാൻ വരാം, നടന്നു. ശരി, ഓക്കെ എന്നാ കാണാം. ഏട്ടോ, തനിക്ക് ഇന്റീരിയർ റിസോർട്ട് അല്ലാതെ വേറെ ഒരെണ്ണം കിട്ടിയില്ലോ? തനിക്ക് ഇതല്ലാതെ വേറെ റിസോർട്ടൊന്നും കിട്ടിയില്ലേ? അല്ല അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്തിനാണ് എൻ്റെ പേര് ജീവൻ എന്ന് പറഞ്ഞേ? എടോ, ഇതെല്ലാം തൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അത് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇതാരാണിത്? നിങ്ങളുടെ ഉടായ്പ പരിപാടിയൊക്കെ മനസ്സിലായി കേട്ടോ. എന്ത് മനസ്സിലായി? ആ പോയത് നിങ്ങളുടെ ക്ലൈൻ്റ് അല്ലേ? അപ്പോഴാ കരിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഇതെല്ലാം മനസ്സിലായി. താനീ തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ട. എൻ്റെ വക്കീലെ, ഞാനിത് ആരോടും പറയാൻ പോകണമെന്നില്ല. അതിനുമുമ്പ് എനിക്ക് വക്കീലിനോട് ചെറിയൊരു കാര്യം സംസാരിക്കാനുണ്ട്. താൻ പറഞ്ഞോ? അതല്ല, നിങ്ങൾ എന്തായാലും പോയിട്ട് ഫ്രീ ആയിട്ട് വാ, എന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. എന്നാ ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ഫുൾ ഫാമിലി ഉണ്ടോ കൂടെ? ഫുൾ ഫാമിലി വന്നിട്ടുണ്ട്. ടെൻഷൻ കാരണം രാത്രി മര്യാദക്ക് ഉറങ്ങാനും പറ്റിയില്ല. അതാണ് ഈ കിടന്ന് നടന്നുകൊണ്ടിരിക്കണത് ഇപ്പോൾ. എന്നാ താൻ നടന്നോ, ഞാൻ ഫ്രീ ആകുമ്പോൾ വിളിക്കാം. എനിക്ക് ശരി വക്കീലെ. മോഹനത് എന്തിനാ ഇവിടെ തന്നെ വന്ന് റൂം എടുത്തു? ഞാൻ മോഹനും ആവണിയും സുധയും കൂടെ കണ്ട ഇവന്റെ കാര്യം കട്ട പുകയാണ്. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ആ, എന്റെ ഓഫീസിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ, അതിന് വന്നതാ. ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, ഹസ്ബൻഡ് ഉണ്ട്. പുള്ളിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് പുള്ളി എവിടെയോ സംസാരിച്ച് നിപ്പുണ്ട്. ആ, യശോദാമ്മയ്ക്ക് സുഖമായിരിക്കുന്നോ? ഓ അങ്ങനെയൊക്കെ പോണു. എല്ലാരും അടിച്ചു പൊളിക്കും അല്ലേ? സത്യത്തിൽ വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ പിള്ളേര് നിർബന്ധിച്ചപ്പോ വന്നതാ. ആ, അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ വിഷമിക്കുന്നേ? കേട്ടല്ലോ, ഞാൻ പറയുമ്പോഴാ കുറ്റം.
മോഹനും കൂടി ഇതിനകത്തോട്ട് വന്ന് കയറിയ എൻ്റെ കാര്യം തീരുമാനമാവുമല്ലോ. എന്നിട്ട് മോഹനം വന്നില്ലേ? എല്ലാവരും ഉണ്ട്. മോഹനൻ ഓഫീസിന് എന്തോ ആവശ്യത്തിന് ഫോൺ വിളിക്കാൻ വേണ്ടി പോയതാ. വക്കീലേ പേടിപ്പിക്കാതോ. വക്കീലിന്റെ ക്ലയന്റും ആവണിയും തമ്മിൽ എങ്ങനെ പരിചയം? അതൊക്കെ ഞാൻ പറയാം. ഒന്ന് പറ, മനസ്സിൽ ടെൻഷൻ എടുപ്പിക്കല്ലേ. ഒന്നാമത് ടെൻഷൻ അടിച്ചിരിക്കുന്നു. എടോ ഞാൻ പറയാന്ന് പറഞ്ഞില്ല, താൻ ഇങ്ങോട്ട് വന്നേ. അമ്മയൊന്നും വിചാരിക്കരുത്. എനിക്ക് പെണ്ണുങ്ങളെ ചതിക്കുന്നവന്മാരെ കണ്ട കൈ ധരിക്കും. ആ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാ പിന്നെ നിങ്ങളുടെ കാര്യമൊക്കെ നടക്കട്ടെ. ആവണി ഒരു മിനിറ്റ്. എന്തുപറ്റി? ആണോ? പിള്ളേരൊക്കെ എൻജോയ് ചെയ്തില്ലേ? ആ പിള്ളേരിങ്ങനെ പറന്ന് കിടക്കല്ലേ. ആവണി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. മോഹൻ ഉപദ്രവിക്കുകയോ നിന്നെ ടോർച്ചർ ചെയ്യുവാണെങ്കിൽ നീ എന്നെ അറിയിക്കണം. ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. ഇനി ഞാൻ നിന്നെ കാണുമ്പോൾ നീ ഒരു ഗവൺമെന്റ് സ്റ്റാഫ് ആയിരിക്കണം. ഉറപ്പല്ലേ? നന്നായി വരട്ടെ. ഇനി കാണാം കേട്ടോ. ശരി. ഓക്കെ. താനിങ്ങോട്ട് വന്നേ. എന്റെ വക്കീലെ, നിങ്ങൾ എന്തിനീ പിടിച്ചു വലിച്ചോണ്ടെന്നെ കാര്യം പറ. എടോ അത് ആരാണെന്ന് അറിയോ? ഇല്ല, അതല്ല ഞാൻ വക്കീലിനോട് ചോദിക്കണത്. അതാരാണ്? എന്നാ കേട്ടോ, അതാണ് താൻ പറയാറുള്ള തൻ്റെ ഭാര്യയുടെ പുതിയ ചേച്ചി. അതാ? ആ അത് തന്നെ. തന്നെ കണ്ണെടുത്താ കണ്ടൂടാ. തന്നെ നേരിട്ട് കണ്ടാലേ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് തൻ്റെ പേര് മാറ്റി പറഞ്ഞത്. അത് നന്നായി. അല്ലെ, ഈ പറഞ്ഞ സ്ത്രീ വക്കീലായിട്ട് എങ്ങനെ പരിചയം? താൻ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. എടോ വക്കീലേ, താൻ തന്റെ ഭാര്യ സുധാമണിനെ പറ്റിക്കുകയാണല്ലേ? ജീവിച്ചു പോട്ടടോ. എടോ തൻ്റെ ഭാര്യ താൻ ചതിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പക്ഷെ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയാണോ എന്നൊരു സംശയം ഇപ്പോൾ. അതെന്താ അങ്ങനെ ഒരു സംശയം? അത് ഈ വഴക്കിട്ടതിന് ശേഷം രണ്ടുപേരുടെ പോക്കും വരവൊക്കെ ഒരുമിച്ചാണ്. ആര്? അവളുടെ ബെസ്റ്റിയില്ലേ, അമ്പിളി. അങ്ങനെ പറ. അതേ വക്കീലേ, അവള് PSC ടെസ്റ്റിനും കോച്ചിങ്ങിനൊക്കെ പോണത് അവൻ്റെ കൂടെയാണ്. പോരാത്തിന് ഇവിടെ വന്നേക്കണം അവൻ്റെ കൂടെ തന്നെ. എടോ മോന, അവരിവിടെ യാദൃശ്ചികമായി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? എന്താ വക്കീല അങ്ങനെ ചോദിച്ചേ? എടോ ഇത് യാദൃശ്ചികമായിട്ടല്ല, പക്ക പ്ലാൻഡാ. എടോ അവര് നിങ്ങൾ ഇവിടെ ആണെന്ന് അറിയാതെ ആയിരിക്കും ഇവിടെ വന്നത്. കുട്ടികളും നിങ്ങളെല്ലാരും പുറത്തു പോയല്ലോ. അപ്പം ഇവർക്കൊരു 2-3 ദിവസം അടിച്ചു പൊളിക്കാന്ന് ഓർത്ത് അവരിറങ്ങിയതാ. പക്ഷെ അവരിവിടെ വെച്ച് നിങ്ങളെ കണ്ടുമുട്ടുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ഒരു മുട്ടാപ്പോക്കിന് ന്യായവും പറയും. വക്കീലേ, ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. എനിക്ക് രണ്ടാമതൊരു കോള് വന്നു. ആരുടെ കോള്? അറിയില്ല വക്കീലേ. അയാൾ പറഞ്ഞത് ആവണി അമ്പിളിയും വെറും സുഹൃത്തുക്കൾ മാത്രമല്ല, വേറെ ബന്ധങ്ങളൊക്കെയാണെന്ന്. ഞാനിരിക്കേണ്ട സ്ഥലത്ത് നീ ഇരിക്കുന്നില്ലടാ. ഈ ഇന്റീരിയർ റിസോർട്ട് കൊള്ളാല്ലേ? ആടാ, നൈസായിട്ട്. നല്ല വൈബുണ്ട്. അല്ല മക്കളെ, ട്രിപ്പ് കടിപൊളിയല്ലേ? എടി, നമ്മളിന്ന് വെക്കേറ്റ് ചെയ്യല്ലേ? ഇന്നല്ല, നാളെ രാവിലെ. 2 ദിവസത്തെ കോച്ചിങ് ക്ലാസ് ഒക്കെ പോയി. അല്ല, നിന്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തോ? അത് ഉടനെ അറിയാടാ. എന്തായാലും വന്നത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ പിള്ളേരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായേനെ. ആവണി, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല. നീ സംസാരിക്കണ്ട, എനിക്കാ സംസാരിക്കാനുള്ളത്. എന്നാ പറയ്. എനിക്ക് ആവണിനോട് മാത്രം സംസാരിക്കണ്ടേ. ആവണി, നീ സംസാരിക്കും, ഞാനങ്ങോട്ട് മാറിക്കാം. എന്താ പറഞ്ഞു? നീ
നീ അവൻ്റെ കൂടെയുള്ള ഈ കറക്കം നിർത്തണം. എനിക്ക് മനസ്സിലായില്ല. നീയേ ഈ അമ്പിളിയുടെ കൂടെയുള്ള കറക്കം നിർത്തണമെന്ന്. കെട്ടി 2 പിള്ളേരുടെ അമ്മയാണ്, അത് മറക്കണ്ട. കെട്ടി 2 പിള്ളേരുള്ള സ്ത്രീ കുഞ്ഞിലെ മുതൽ ഒന്നിച്ച് വളർന്ന കൂട്ടുകാരന്റെ കൂടെ കറങ്ങാൻ പാടില്ല നിയമം വല്ലതും ഉണ്ടോ? എനിക്കതൊന്നും ഇഷ്ടമല്ല. അതിന് നിങ്ങളുടെ ഇഷ്ടം ഇവിടെ ആര് നോക്കുന്നു? നിങ്ങൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. പറഞ്ഞല്ലോ, അവൻ്റെ കൂടെയുള്ള ഈ കറക്കം നിർത്തണം. ഡാമ്പിളി ഇങ്ങ് വന്നേ. ദേ, ഞാൻ ഇവൻ്റെ കൈ പിടിച്ചു, ഇവൻ്റെ കൂടെ ചേർന്ന് നിന്നു. നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ? ദേ, ഞാൻ ഇവൻ്റെ കൈ പിടിച്ചു, ഇവൻ്റെ കൂടെ ചേർന്ന് നിന്നു. നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ? നാണമുണ്ടോ നിങ്ങൾക്ക്? എടാ, ഞാൻ നിന്റെ കൂടെ നിന്നാലേ ഇങ്ങർക്ക് സംശയമാണെന്ന്. നിങ്ങളെ കാണുന്നതിനും 16 കൊല്ലം മുന്നേ ഞാൻ കാണാൻ തുടങ്ങിയതാ ഇവനെ. എന്നിട്ട് സംശയരോഗം കൊണ്ട് വന്നേക്കുന്നു. ആവണി, ജോലിയുടെ കാര്യത്തിൽ മോനോട് നിന്നെ ചതിച്ചു, അത് ഞാൻ അംഗീകരിക്കും. പക്ഷെ നീ ഇപ്പം കാണിച്ചത് കുറച്ച് ഓവറായിപ്പോയി. എടാ, 19 വയസ്സ് വരെ ഒന്നിച്ചുണ്ടായിരുന്നവരാ നമ്മള്. അത് അങ്ങേർക്കും അറിയാം. എന്നിട്ട് ഒടുക്കം എല്ലാം കയ്യിൽ നിന്ന് പോയപ്പോൾ സംശയരോഗം മൂത്ത് ഭ്രാന്തായിരിക്കുക. എന്നാലും നിനക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ നീയും മോനോട് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ആവും. അന്നേരം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി മാറരുത്. അങ്ങേരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റും തോന്നുന്നില്ല അമ്പിളി. ആവണി, നീ നിന്റെ ലൈഫ് വെച്ച് വെറുതെ റിസ്ക് എടുക്കല്ലേ. റിസ്ക് എടുക്കാൻ ഞാൻ എന്തായാലും തീരുമാനിച്ചു. നിന്നോട് ഞാനൊരു പാർട്ട് ടൈം ജോലിയുടെ കാര്യം പറഞ്ഞിട്ട് അതെന്തായി? നോക്കുന്നുണ്ട്, എന്തെങ്കിലും ശരിയാവണ്ടേ. എടാ, എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് ശരിയാക്കി തരണേ. അവനില്ലാതാക്കിയാല് എനിക്ക് സമാധാനം കിട്ടും.